നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഒന്നായ ബീഹാർ പിടിച്ചെടുക്കൽ ബി.ജെ.പി. മുന്നണി ആഘോഷിക്കുമ്പോൾ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത വോട്ട് കൊള്ളയെന്ന കോൺഗ്രസ് ന്യായീകരണത്തിന് വിലയുണ്ടാകുമോ? ബീഹാർ തോൽവിക്ക് മുൻപ് തന്നെ ഇന്ത്യ സഖ്യം തകർന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസാന മിനിറ്റിലെ റെസ്ക്യൂ സ്ലോഗൻ വോട്ട് ചോരി. ഒറ്റ ചോദ്യം, തോൽവി മറയ്ക്കാൻ ഈ പഴയ കാസറ്റ് എത്ര ദിവസം കൂടി പ്ലേ ചെയ്യും? മഹാസഖ്യത്തിലെ കൂട്ടുകാർക്ക് പോലും വോട്ട് ചോരിയോട് കൂറില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം വോട്ടർ പട്ടികയ്ക്കല്ല, ലീഡർഷിപ്പിനാണെന്ന് അംഗീകരിക്കാൻ കോൺഗ്രസിന് മടി. വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പതനം വെള്ളപൂശാനാണ് ശ്രമമെങ്കിൽ തോൽവികളിൽ നിന്ന് തോൽവികളിലേക്കായിരിക്കും യാത്ര. കുതിരക്കച്ചവടത്തിന് പോലും ഇടം കൊടുക്കാതെ രൂപകൽപ്പന ചെയ്ത തെരഞ്ഞെടുപ്പ് അട്ടിമറിയെന്ന് കോൺഗ്രസ് ബീഹാർ തോൽവിയെ വിലയിരുത്തുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വോട്ട് ചോരി ആരോപണത്തിന് ഇനി ഭാവിയുണ്ടോ? ബീഹാറിലെ വൻ തോൽവിയെക്കുറിച്ച് കോൺഗ്രസിന്റെ ആദ്യ വിലയിരുത്തലാണ് ഇന്ന് പുറത്തു വന്നത്. കെ.സി. വേണുഗോപാൽ ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഒരു രൂപകൽപ്പനയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നടന്നത്. അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒന്നായി മാറുകയായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടാൻ കഴിഞ്ഞതിന് പിന്നിൽ അവിശ്വസനീയമായ ചില കാര്യങ്ങളുണ്ട്. ഇക്കാര്യത്തിലുള്ള തെളിവുകൾ പുറത്തുവിടുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. കെ.സിയുടെ വാക്കുകളിലേക്ക്. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ടല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഡിസൈനോട് നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്താൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഇനി JDU എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് മാറിക്കളഞ്ഞാൽ അവർക്ക് പോലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവിടെ പറ്റില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ JDU ഇങ്ങോട്ട് മാറി JDU RJDയും കോൺഗ്രസും F2 എല്ലാം കൂടിയാലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പാടില്ലാത്തവണ്ണമുള്ള ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ക്ലിയർ മാനിപ്പുലേഷനാണെന്ന് സംശയമില്ല. ഇത് തോൽക്കുമ്പോൾ പറയുന്ന കാര്യമല്ല. ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാത്ത റിസൾട്ടിലേക്ക് പോവുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളും അതോടൊപ്പം തുടർ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും കാരണവശാൽ JDU BJPയുമായി പിണങ്ങിയാൽ പോലും അവിടെ സർക്കാർ വീഴാത്ത വണ്ണം ആ രീതിയിലുള്ള ഒരു രൂപകൽപ്പന നടന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതായത് കോൺഗ്രസും RJDയും JDUവും ചേർന്നൊരു സർക്കാർ ഉണ്ടാകാൻ പോലും അവസരം ഉണ്ടാക്കരുത് എന്നുള്ള മുൻധാരണയിൽ തന്നെ BJPക്ക് മറ്റ് സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ, അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രൂപകൽപ്പനയാണ് നടന്നത് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ വോട്ട് ചോരി എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. ഇതിനുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരും എന്നുള്ള അവകാശവാദമാണ് ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അവകാശപ്പെടുന്നത്. ഇപ്പോൾ ശ്രീ C.K. ഷാക്കിർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ N. ശ്രീകുമാർ എന്നിവർ ചേരുകയാണ്. ശ്രീ C.K. ഷാക്കിർ, ഈ വോട്ട് ചോരി എന്നുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത കുറയും സ്വാഭാവികമായിട്ടും. അതല്ല, അതിനും അപ്പുറം കടന്ന് ഇത് പല ഘടകങ്ങളും കൂടി അനലൈസ് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും കോൺഗ്രസോ RJDയോ ഒന്നും മറ്റേതെങ്കിലും പാർട്ടിയുമായി ചേർന്ന്, അത് കുതിരക്കച്ചവടമാണല്ലോ, അങ്ങനെ ഒന്നും അധികാരത്തിലേക്ക് എത്തരുത് എന്നുള്ള മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു വൻ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നൊക്കെയാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ലീഗ് ഇതിനെ കാണുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അത് ഇപ്പോൾ KC പറഞ്ഞതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന വലിയ അട്ടിമറിയാണ് നടത്തിയിട്ടുള്ളത്. ഇത് രൂപകൽപ്പന ചെയ്തതാണ്. BJP നാഗ്പൂരിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം കേന്ദ്ര നേതൃത്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നിട്ടുള്ള അട്ടിമറി. അതിനെ നമ്മൾ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വിലയിരുത്തിയിട്ട് കാര്യം ഇത് തെളിവ് സഹിതം കൃത്യമായി ഇപ്പോൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കഴിഞ്ഞ ദിവസം വോട്ടിൻ്റെ എണ്ണത്തിൽ വലിയ 3 ലക്ഷത്തിലധികം വ്യത്യാസം കണ്ടപ്പോൾ അതിനെ അവർ അംഗീകരിച്ചാൽ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത്രയും ഗുരുതരമായ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഗുണ്ടായിസമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് വോട്ട് ചോരി യഥാർത്ഥത്തിൽ അവസാനിക്കുകയല്ല, വോട്ട് ചോരി ആരോപണം സത്യമാണ് എന്ന് കൂടുതൽ പ്രകടമാവുകയാണ്. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, ഇവിടെ കെ.സി. വേണുഗോപാൽ പറഞ്ഞത് റിസൾട്ട് കാണുന്നില്ല, പ്രതിഫലിക്കുന്നില്ല.
നമുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ സമാനമായ സംഗതികൾ അറിയാം. ഇപ്പോൾ കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇന്നൊരു കുറ്റക്കാരനായിട്ടുള്ള ഒരു പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് വോട്ട് വെട്ടുന്നതിന് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രതിയെ കർണാടക പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഇത് വെറും ആരോപണമല്ല, തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് എന്തെങ്കിലും ന്യായീകരണം പറയുന്നതല്ല. ഇപ്പോൾ ഹരിയാനയിൽ നമുക്കറിയാം 22 വോട്ട് ചെയ്ത ഒരു ആസ്ട്രേലിയൻ യുവതിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടു 1 by 1 ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കൃത്യമായ ഉത്തരം നൽകാനില്ല. പിന്നെ എവിടെയാണ് നമ്മൾ ഇന്ത്യക്കാർ മൊത്തം ഈ ജനാധിപത്യത്തിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ തലതാഴ്ത്തുകയാണ്, അപമാനിതരായി തലതാഴ്ത്തുകയാണ്. ജനങ്ങളുടെ അവകാശത്തിന് മേൽ സർക്കാർ ഫാസിസ്റ്റ് നടപടിയിലൂടെ ഭരണത്തിലെത്താനുള്ള കുറുക്കവഴികൾ തേടുന്നു. നമുക്കറിയാം, സുപ്രീം കോടതി പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ആളുകളാവണം എന്ന് നിർദ്ദേശം കൊടുത്തത്. അതുപോലും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്തിനാണ് അത് അട്ടിമറിച്ചത്? സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാജ്യത്ത് ജനങ്ങളുടെ ഹിതം ഭരണത്തിലേറും. ഇവിടെ ജയിക്കുന്ന സമയത്തൊക്കെ ഇത് അല്ലല്ലേ ഏകപക്ഷീയമായിട്ടുള്ള ജയമാണ് ബീഹാറിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തൂത്തുവാരുകയായിരുന്നു. ഏതാണ്ട് ഈ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ പറയുമ്പോൾ 90% സ്ട്രൈക്ക് റേറ്റ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. BJPക്കും തൊട്ടു പിന്നിൽ JDUവിനും കിട്ടിയിരിക്കുന്നു. അത് ശരിയാണ്, അത്ഭുതകരമായ വിജയം. അത് KC പറഞ്ഞതുപോലെ 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വിജയം. ആ രീതിയിലുള്ളൊരു വിജയമാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP JDU LJP സഖ്യം സ്വന്തമാക്കിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ഈ കോൺഗ്രസും സമീപകാലത്ത് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യ സഖ്യം ജയിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് ഈ വോട്ട് ചോരിയൊന്നും ഇല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമത്വം ഇല്ലായിരുന്നു. പിന്നെ താങ്കൾ പറയുകയുണ്ടായി 3 ലക്ഷത്തിന് കണക്ക്. 3 ലക്ഷമല്ല, ഈ 3 കോടി വോട്ടർമാർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ എന്നുള്ള രീതിയിലായിരുന്നു പ്രചാരണം വന്നിരുന്നത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടിയിരിക്കുന്ന വോട്ടുകൾ നോക്കുമ്പോൾ ഏതാണ്ട് 4 കോടിയിൽ പരം വോട്ടുകളെ പോൾ ചെയ്തിട്ടുള്ളൂ. ആകെ 7.24 കോടി വോട്ടർമാർ ഉള്ളതിൽ 4 കോടിയിൽ പരം എന്ന് പറയുമ്പോൾ 66% പോളിംഗ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. അതിൽ തന്നെ 1,15,00,000 വോട്ടുകൾ RJDക്ക് കിട്ടിയിട്ടുണ്ട്. അതാണല്ലോ 23% എന്ന് പറയുന്നത്. 1 ലക്ഷത്തിലും കുറച്ച് വോട്ടുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. 1 കോടിക്കും കുറച്ച് വോട്ടുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. 90 ലക്ഷത്തി കുറച്ച് അത്രയും വോട്ടുകൾ JDUവിനും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് RJDക്കാണ്. 1.15 കോടി വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശതമാനക്കണക്ക് എടുക്കുമ്പോഴൊക്കെ ശരിയാണ്, ഏതാണ്ട് 4 കോടി കുറച്ച് വോട്ടുകൾ കൂടിയേ പോൾ ചെയ്തിട്ടുള്ളൂ, 66%. അതല്ലാതെ ഇന്നലെ ചില നറേറ്റീവുകളൊക്കെ കണ്ടിരുന്നു, ചില മാധ്യമങ്ങളെ കൊടുക്കുന്നത് കണ്ടിരുന്നു. 7 കോടി വോട്ട് പോൾ ചെയ്തു. 7 കോടിയാണ് ആകെയുള്ള വോട്ടർമാർ, അതിൽ 3 കോടി കൂടുതൽ പോൾ ചെയ്തു എന്നൊക്കെ. 3 ലക്ഷം, താങ്കൾ പറഞ്ഞ പോലെ 3 ലക്ഷം കൂടുതൽ പോൾ ചെയ്തു എന്നൊക്കെ. അതായത് 7 കോടി കുറച്ച് വോട്ടുകൾ കൂടി പോൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അത് തെറ്റായ കണക്കാണ് കേട്ടോ, അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. 4 കോടിയും കുറച്ച് 4 കോടി സംതിങ് ലക്ഷം വോട്ടുകളാണ് അവിടെ പോൾ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അത്തരം കണക്കുകൾ പറയരുത്. ഇതാണ് പ്രശ്നമായി വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, RJDക്ക് കൂടുതൽ വോട്ട് ഷെയർ കിട്ടി, പക്ഷേ അവർക്ക് അത്രയും സീറ്റുകൾ കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രചാരണം കണ്ടു. അത് അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. കാരണം കൂടുതൽ സീറ്റുകൾ 144 സീറ്റുകളിൽ മത്സരിച്ചാണ് RJD അത്രയും വോട്ടുകൾ നേടിയത്. BJP 101 സീറ്റുകളിലേ മത്സരിച്ചുള്ളൂ. അവർക്കപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വോട്ടുകളെ കിട്ടുകയുള്ളൂ. BJP സ്ഥാനാർത്ഥിയുടെ പേരിൽ ചെയ്ത ആ BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടാണല്ലോ പിന്നെ അത് ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും അങ്ങനെ പ്രചാരണം നടത്തുന്നവരാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മോശം പറയുന്നത്. അല്ല മഞ്ജുഷ, ഇതിനെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവണില്ല. ഞാൻ പറയാം, ഈ 2 കണക്ക്, ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗിന് ശേഷം പുറത്തുവിട്ടിട്ടുള്ള വോട്ടർമാരുടെ കണക്ക്, അതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അനൗൺസ് ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള വോട്ടർമാരുടെ കണക്ക്, കൗണ്ടിങ് കഴിഞ്ഞ ശേഷം പുറത്തു വന്നിട്ടുള്ള കണക്ക്, ഇത് 3ഉം തമ്മിൽ അന്തരമുണ്ടല്ലോ. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കണക്കല്ല. നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായ സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടും അല്ലെങ്കിൽ അവരുടെ സൈറ്റിലും കൊടുത്തിട്ടുള്ള കണക്കുകൾ അന്തരമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇവിടെ റിലീസിലാണ് അത് വന്നിട്ടുള്ളത്. ഞാൻ റിലീസ് വായിച്ചിരുന്നു. ആ റിലീസിൽ ആകെ കണക്ക് കൂട്ടിയപ്പോൾ ശരിയാണ്. അല്ല ഞാൻ പറയാം, 7 കോടി 24 ലക്ഷം 7 കോടി 24 ലക്ഷം വോട്ടർമാർ. ലാസ്റ്റ് ഇത് കണക്ക് കൂട്ടി മറ്റേ ആകെ വോട്ടർമാർ ഈ പോൾ ചെയ്ത വോട്ടർമാരുടെ കണക്ക് വന്നപ്പോൾ 7 കോടി
45 55 ലക്ഷം, അതായത് അതാണ് നിങ്ങൾ പറയുന്നത് 30 ലക്ഷം അല്ല 3 ലക്ഷത്തിൽ അല്ല 30 ലക്ഷത്തിൻ്റെ വ്യത്യാസം അല്ല, അങ്ങനെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? 30 ലക്ഷമാണോ 3 ലക്ഷമാണോ അങ്ങനെ ഒരു ഡിഫറൻസ് വന്നുവെന്ന്. പക്ഷേ വെബ്സൈറ്റിൽ ഈ വോട്ട് ഷെയറിലുള്ള ആ ഒരു നിങ്ങൾ ആ 3 ലക്ഷം വിട്ടാടി അല്ല അത് വിട്ടു ഞാൻ ഞാൻ നിങ്ങൾ ആ വോട്ട് ഷെയർ കാണിക്കുന്ന പെർസെൻറ്റേജ് കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ. ഈ റിസൾട്ട് വന്നതിന് ശേഷം ഓരോ പാർട്ടികൾക്കും കിട്ടിയ വോട്ട് ഷെയർ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുണ്ട്. ആ വോട്ടുകൾ കൂട്ടി നോക്കിയാൽ ഈ പറയുന്ന 7 ലക്ഷമൊന്നും ഇല്ല, 4 ലക്ഷത്തി സംതിങ്ങേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ഞാൻ പറഞ്ഞത് 1,15,00,000 വോട്ടുകൾ കിട്ടിയത് RJD-ക്കാണ്. 23% എന്ന് പറയുമ്പോൾ 4 കോടി സംതിങ്ങിന്റെ 23% എന്ന് പറയുമ്പോൾ 1 കോടി സംതിങ്ങേ വരികയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ജനാധിപത്യ വിരുദ്ധ സംഗതി എങ്ങനെ ന്യായീകരിക്കല്ലേ? ഞാൻ പറയാം വെബ്സൈറ്റിൽ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് മാത്രം നമുക്ക് ഉദ്ധരിക്കാം. അല്ല നിങ്ങൾ മഞ്ജുഷ കാര്യം ചെയ്തോളി. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഈ പ്രോസസ്സ് അനൗൺസ് ചെയ്ത് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷം ഇവർ പോളിംഗ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള കണക്കുകളുണ്ട്. ഇത് ബീഹാറിലും ഹരിയാനയിലും മാത്രമല്ല, നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് BJP-യും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളും അന്തം വിടുന്ന തരത്തിലുള്ള റിസൾട്ട് വന്നു. പക്ഷേ അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവരുടെ ഉളി അജണ്ട പ്ലാൻ ചെയ്യുന്ന ആളുകളും ഞെട്ടിയിട്ടില്ല. കാരണം എന്താണ്? ഇവർ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ഇപ്പൊ ബീഹാറിൽ നമ്മൾ വീഡിയോ കുറെ കണ്ടതുണ്ട്. എന്താണത്? 7 വോട്ടുകൾ പോൾ ചെയ്തു എന്നാണോ ബീഹാറിൽ? 7 കോടിയിൽ പരം വോട്ടുകൾ പോൾ ചെയ്തു. അത് ആകെയുള്ള വോട്ടർമാരെക്കാൾ കൂടുതലാണ് പോൾ ചെയ്ത വോട്ടുകൾ എന്നാണ് ഞാൻ പറയുന്നത്. അല്ല മഞ്ജുഷേ, അതായത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-യും RSS ചേർന്നുള്ള കള്ളക്കളിയാണ് നടന്നിട്ടുള്ളത്. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏർപ്പാടാണ്. ഇവിടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാറിൽ മാത്രം ഇവർക്ക് അടുത്ത കാലത്തായി ഈ കള്ളക്കളിയിലൂടെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ JDU-വിനെ പോലും മാറ്റി നിർത്തുന്ന തരത്തിൽ 10 തവണ മുഖ്യമന്ത്രിയായി കളം മാറി 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 കളിച്ചിട്ടുള്ള നിതീഷ് കുമാറിനെ പോലും ഭാവിയിൽ ആവശ്യമില്ലാത്ത തരത്തിൽ വോട്ട് ചോരി നടത്തിയാണ് BJP ബീഹാറിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവർക്കറിയാം ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ സത്യസന്ധമായി നടന്നാൽ BJP NDA മുന്നണി അധികാരത്തിൽ തൂത്തെറിയപ്പെടും. അങ്ങനെ ആകുമ്പോൾ കേന്ദ്ര സർക്കാർ താഴെ വീഴും. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ അട്ടിമറിക്ക് ഇവർ കൂടുതൽ കരുത്തോടെ വലിയ ഫിഗറുമായി ഈ അട്ടിമറിക്ക് ഇവർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രകടമായതാണ്. അതുപോലെ തന്നെ ഹരിയാനയിൽ വന്നതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മഞ്ജുഷ എന്താ ശ്രദ്ധിക്കാത്തത്? ആ വിദേശ യുവതി 22 വോട്ട് ചെയ്തതിന്റെ കണക്ക് കൃത്യമായി ഓരോന്ന് 1 by 1 ആയി രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. എന്താ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തത്? എന്താ കേന്ദ്ര സർക്കാർ മറുപടി പറയാത്തത്? സുപ്രീം കോടതി പോലും കൃത്യമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി ചില ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ അത് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞ എന്തിനാണ്? മഞ്ജുഷിന് വലിയ ന്യായം പറയാനുണ്ടോ? മഞ്ജുഷി യഥാർത്ഥത്തിൽ ഈ ചർച്ച നിയന്ത്രിക്കുന്ന ആളാണോ? സർക്കാരിനെ ന്യായീകരിക്കുന്ന ആളാണോ? സംശയമുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൗൺസ് ചെയ്തിട്ടുള്ള ഇത് എൻ്റെ കണക്കല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 തവണയായി പുറത്തുവിട്ടുള്ള കണക്കാണ്. ആ 3 തവണ പുറത്തുവിട്ടുള്ള കണക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പിന്നെ മറ്റൊരു അർത്ഥത്തിൽ ന്യായീകരിക്കുന്നുണ്ട്. അത് മഞ്ജുഷ പറഞ്ഞതുപോലെയല്ല. ആ കണക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാർട്ടികളുടെ വോട്ടുകൾ നോക്കി, അതിന്റെ വോട്ട് ഷെയർ നോക്കി, അതിനകത്ത് ഈ പറയുന്ന പോലെ 7 കോടി ആളുകൾ വോട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം 1,15,00,000 വോട്ടുകളെ RJD-ക്ക് കിട്ടിയിട്ടുള്ളൂ. BJP-ക്ക് കിട്ടിയത് 1 കോടി വോട്ടുകളാണ്. അപ്പോൾ ഈ 2 പാർട്ടികൾക്കുമാണല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. JDU-വിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 96 ലക്ഷമാണ്. അപ്പോൾ എങ്ങനെ കൂട്ടിയാലും അത് 7 കോടിയിലേക്ക് എത്തില്ല. 4 കോടി കുറച്ച് വോട്ടുകൾ കൂടി. ശ്രീത് പണിക്കർ, ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ ആ ഇലക്ഷൻ അന്ന് PIB-യുടെ റിലീസിൽ ഈ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിന്റെ കോളത്തിൽ 7 കോടി വന്നിരുന്നു കേട്ടോ. അത് ശരിയുമാണ്. അല്ല നോക്കൂ, ഇതില് ശ്രീ ഷാക്കർ ഇവിടെ പറയുന്നത് CPI-ML ഇന്നലെ ഉന്നയിച്ച ഒരു ആരോപണമാണ്. CPI-ML ആണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതാണിപ്പോൾ ഷാക്കർ പറയുന്നത്. കുറേയധികം കോൺഗ്രസിന്റെ കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്ന ഒരു കണക്കാണിത്. ഈ കണക്ക് സത്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യമുണ്ടായിരുന്ന കണക്കനുസരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് 7,42,00,000 വോട്ടർമാരാണ് അവിടെ ഉണ്ടായിരുന്നത്, ടോട്ടൽ എലിജിബിൾ വോട്ടർമാർ. എന്നാൽ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് മൊത്തത്തിലുള്ള വോട്ടർമാരുടെ എണ്ണം 7,45,00,000 അതായത് ഫ്രീസ് ചെയ്തിരുന്ന സമയത്ത്, വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 3 ലക്ഷം അഡീഷണൽ വോട്ടർമാരാണ്
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നിരിക്കുന്നത്. അവർ വോട്ട് ചെയ്തു എന്നല്ല അതിനർത്ഥം. അതിൻ്റെ ഏതാണ്ട് 66% മാത്രമാണ് പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് മഞ്ജുഷ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തിൽ താഴെയോ മറ്റോ വരുന്ന കണക്ക് വരുന്നത് അതിലാണ്. അതാണ് ആക്ച്വൽ വന്നിരിക്കുന്നത്. അല്ലാതെ 7 കോടി പേര് വോട്ട് ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ കണക്ക്. അതെന്താണ് എന്നതിനെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ABCD അറിയാവുന്ന, അല്ലെങ്കിൽ ആ പ്രക്രിയ എന്താണ് എന്നതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ബൂത്ത് ലെവൽ ഓഫീസറോട് ചോദിച്ചാൽ ശ്രീ ഷാക്കറിന്റെ സംശയം മാറും. വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ SIR വന്നു. SIR വന്നതിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിനെ ഫ്രീസ് ചെയ്യുന്നത് സെപ്റ്റംബർ 30 അവിടെ നടക്കുന്നത്. പക്ഷെ അതിനുശേഷം ഈ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന തീയതി വരെയും ഓരോ ഘട്ടത്തിനും അതുവരെയും ആൾക്കാർക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പേര് ചേർക്കാനായിട്ട് അവർക്ക് അനുവാദമുണ്ട്. അത് നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടേഴ്സ് റൂൾ 1960 റൂൾ 12 അനുസരിച്ചിട്ടാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന അവസാന ദിവസം വരെയും 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ആൾക്കാരെ ആർട്ടിക്കിൾ 326 അനുസരിച്ചിട്ടുള്ള അവരുടെ അവകാശമാണ്, വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നത്, അത് കൊടുക്കുന്നതിന് വേണ്ടി ഫോം 6 സ്വീകരിക്കാം. അങ്ങനെ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും, അത് നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്തിരിക്കുന്ന, ഇങ്ങനെ SSR ആണെങ്കിലും SIR ആണെങ്കിലും നടന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് നോമിനേഷൻ പേപ്പർ കൊടുക്കുന്ന ലാസ്റ്റ് ഡേ വരുമ്പോഴേക്കും ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടർമാരാണ് പിന്നീട് ഉണ്ടാവുക. കാരണം 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ആൾക്കാരെ ആഡ് ചെയ്യുന്നതിന് തെറ്റില്ല. തന്നെയുമല്ല, സെപ്റ്റംബർ മാസത്തിലാണ് 12ാമത്തെ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ സ്വീകരിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അതോടുകൂടി ഈ പെൻഡൻസി, പുതിയ ആപ്ലിക്കേഷൻ പെൻഡൻസി ഉണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം ഇത് കുറച്ചുകൂടി എളുപ്പമായി. കാരണം ആധാർ ഉണ്ട്, ആധാർ സ്വീകരിക്കപ്പെടും, ആധാർ വെരിഫൈ ചെയ്യുന്നതിന് എളുപ്പമാണ്, ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഈ ഒക്ടോബർ 13 വരെയും 20 വരെയുമുള്ള 2 സ്റ്റേജുകളിലായിട്ട് കൂടുതലായിട്ട് ആൾക്കാർ അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നതാണ് ഈ 3 ലക്ഷം. ഈ 3 ലക്ഷം എന്ന് പറയുമ്പം 3 ലക്ഷം എന്ന് ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്ത് അയ്യോ അത് വലിയ കണക്കാണ് എന്ന് തോന്നുമെങ്കിലും മൊത്തത്തിൽ അവിടെയുള്ള ഇലക്ടറേറ്റിന്റെ മൊത്തത്തിലുള്ള കണക്കിന്റെ 0.4% മാത്രമേ ഈ 3 ലക്ഷം ആൾക്കാരുള്ളൂ. ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നടക്കുന്ന ഒരു സംഭവമാണ്. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ റിവിഷനാണ് SIRൽ ഫ്രീസ് ചെയ്യുന്നത്. പുതുതായിട്ട് ആൾക്കാരെ ആഡ് ചെയ്യുന്നത് ഫ്രീസ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. നിയമം അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ 1960 ചട്ടങ്ങൾ അനുസരിച്ചും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സത്യത്തിൽ ഒരൊറ്റ ഘട്ടത്തിൽ മാത്രമേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഫ്രീസ് ചെയ്യുന്നുള്ളൂ. അത് നോമിനേഷൻ പേപ്പർ സ്വീകരിക്കുന്നതിന്റെ അവസാന ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് മുതൽ, ഫലം വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ വീണ്ടും ആൾക്കാരെ അതിലേക്ക് ചേർക്കുന്നതിനും പറ്റും. ഇതിന് കണ്ടിന്യൂസ് അപ്ഡേറ്റ്. പക്ഷേ ഇത് അത് അങ്ങനെയല്ല, അങ്ങനെ ഒരു വാദമല്ല ശ്രീത്ത് പറഞ്ഞത്. ശ്രീത്ത് ഈ വാദം വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ആകെ എത്ര വോട്ടർമാരുണ്ടോ, അവസാനത്തെ ലിസ്റ്റിൽ എത്ര വോട്ടർമാരുണ്ടോ അതിനേക്കാൾ കൂടുതൽ ആളുകൾ പോൾ ചെയ്തു എന്നാണ്. അല്ല, അത് അങ്ങനെ ഒരു വാദമാണ് വന്നത്. ഷാക്കിർ ഉദ്ദേശിച്ചത് അല്ല, ഷാക്കിർ അതല്ലേ ഉദ്ദേശിച്ചത്? 66% ആൾക്കാരാണ്. ഒന്നുകൂടെ വിശദീകരിക്കും, എന്താണ് ഷാക്കിറിന് അക്കാര്യത്തിൽ? ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഞാൻ വളരെ ബ്രീഫാക്കി പറഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ 100% അട്ടിമറിയാണ്. ഇത് ഇവർ തെരഞ്ഞെടുപ്പല്ല, ജനഹിതമല്ല. BJP നാഗ്പൂരിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക രൂപകൽപ്പന, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് ഞാൻ പറഞ്ഞൊരു സംഗതി, അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒന്ന്, അതിന്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 തവണ പറഞ്ഞത് 3 രീതിയിലാണ്. ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ നിങ്ങൾ ഇപ്പോൾ ആ 3 ലക്ഷം ഫ്രീസ് ചെയ്ത കഥകളൊക്കെ ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മാത്രം നമ്മൾ ആരോപണം വന്നിരിക്കുന്നത് ആകെ വോട്ടർമാരെക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്നൊക്കെയാണ്. 66% വോട്ട് ചെയ്തു. അതുകൊണ്ട് അത് നേരത്തെ CPI-MLന്റെ ആൾ പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, അല്ലല്ല മനുഷ്യ, ഒരു വിഷയമല്ല, ഇത് ആകെപ്പാട് അട്ടിമറിയാണ്. ഞാൻ പറയുന്നത് മനുഷ്യ, ഇത് രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ഞങ്ങൾ ആരെങ്കിലോ എവിടെ നിന്ന് എടുക്കുന്ന കണക്കല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുള്ള കണക്കിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അന്തരം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്?
അത് ശ്രീധർ, അത് കാര്യം PIBയുടെ ആ റിലീസിൽ ഈ ടോട്ടൽ ഇലക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 745 26,858, അതായത് 7,45,26,858, എന്നിട്ട് ആ കോളത്തിന് നേരെ 66.91% എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ വോട്ട് ചെയ്തു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ റിലീസ് മജുഷ്, അത് ടോട്ടൽ ഇലക്ടേഴ്സിന്റെ കൗണ്ടാണ്. പക്ഷേ അത് അവർ കൊടുത്തിരിക്കുന്ന ഒരു പ്രശ്നമാണ് പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ ഇത്ര ശതമാനമാണ് പോൾ ചെയ്തിരിക്കുന്നത്. 66% അങ്ങനെയാണെങ്കിൽ 4.5 കോടിയെ വോട്ട് ചെയ്തിട്ടുള്ളൂ. 4.5 കോടിയെ അല്ല, ഞാൻ പറയുന്നത് ഈ 66% പോൾ ചെയ്തിരിക്കുന്നതാണ് ഈ 7.5 കോടി വോട്ടർമാരെങ്കിൽ അവിടെ മൊത്തത്തിൽ എത്ര വോട്ടർമാരുണ്ടെന്ന് നമ്മൾ പറയുന്നത് 11 കോടിയോ? അങ്ങനെ എന്തായാലും കണക്കില്ലല്ലോ. അപ്പൊ അതാണ് CPI-MLന്റെ നേതാവ് പറഞ്ഞത്. അതാണ് ഷാക്കിർ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയും പോൾ ചെയ്തിട്ടില്ല എന്ന്. അത് മാത്രമല്ല, വെബ്സൈറ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം, ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകൾ അറിയാം. അപ്പൊ അത് ഈ CPI-MLന്റെ ആള് പറഞ്ഞിരിക്കുന്നത് ശരിയായ വാദമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ 2 കണക്കുകളാണ്. അതായത് 7.42 crore ആയിരുന്നു ആദ്യം, അത് പിന്നീട് 7.45 crore ആയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം SIR വന്നതിന് ശേഷമുള്ള കണക്കുകൾ മറ്റേതുമാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഈ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും അവസാനം D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളത്തിലാണ് ഈ നമ്പർ വരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് കൊടുത്തിരിക്കുന്ന 6ാമത്തെ ഒരു ക്ലോസ് ഉണ്ട്. ലാസ്റ്റിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ സൈനോട് കൂടി വരുന്നതിന് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും നിങ്ങൾക്ക് ഇലക്ടറൽ ലോഡിലേക്ക് ആളെ ആഡ് ചെയ്യുന്നതിന് വേണ്ടുന്ന അപേക്ഷകൾ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ആ ഫോമിൽ തന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനോട് എഴുതിയിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രീ ഷാക്കിർ പറഞ്ഞത് കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന അറസ്റ്റാണ്. കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് എന്തിന്റെ പേരിലാണ്? കർണാടകയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഫോം 7 കൊടുത്തിട്ട് ആൾക്കാരെ അനധികൃതമായിട്ട് അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഒരു ഗൂഢശ്രമം ഉണ്ടായി എന്നതിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പരാതിയുടെ പുറത്താണ്. ആ പരാതിയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ പുറത്തു വന്നതാണ്. അവിടെ അങ്ങനെ ഏതാണ്ട് 7000-ഓളം അപേക്ഷകളാണ് ഈ വോട്ടേഴ്സ്, അതായത് എലിജിബിൾ ആയിട്ടുള്ള വോട്ടർമാരുടെ വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്നത്. അങ്ങനെ ബൾക്കായിട്ട് ഈ ആലന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമായിട്ട് ഏതാണ്ട് 7000 റിക്വസ്റ്റ് വന്നു. അങ്ങനെ അസ്വാഭാവികമായിട്ട് ഒരു വലിയ ബൾക്ക് നമ്പർ വന്നപ്പോൾ അവരത് പരിശോധിക്കുകയും അതിൽ 24 ആൾക്കാർ, ജെനുവിനായിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്ന 24 ആൾക്കാരുടെ പേര് മാത്രമാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി 5994 എണ്ണവും അവര് റിജക്ട് ചെയ്തു എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ബൂത്ത് ലെവൽ ഓഫീസറും ഇലക്ഷൻ ഓഫീസറും ചേർന്നിട്ട് പരാതി കൊടുത്തിട്ട് ആ കേസായിരിക്കുന്ന കേസിന്റെ പുറത്താണ് ഇന്നൊരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യമാണല്ലോ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരിയെ തുടർന്നല്ലേ അത് വന്നത്? അല്ല, രാഹുൽ ഗാന്ധി ഇത് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പാണ്. അതായത് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത് ഈ അടുത്തിടെയാണ്. പക്ഷേ ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ മാറ്റുന്നതിന്, അതായത് ആ വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന ഇലക്ഷൻ പ്രക്രിയ നടക്കുന്ന സമയത്താണ് ഈ 6000-ഓളം റിക്വസ്റ്റുകൾ അവിടെ വന്നിരിക്കുന്നത്. ആ സമയത്തല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാൻ പറ്റൂ. അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ഇടപെടുന്നതും അന്ന് അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറും അവിടുത്തെ ഇലക്ഷൻ ഓഫീസറും കൂടി ചേർന്നിട്ട് FIR ലോഞ്ച് ചെയ്യുന്നതും. ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നത് ഇത് ഞങ്ങൾ കൊടുത്ത കേസാണ് എന്നാണ്. കർണാടകയിലെ കേസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ആ കേസിലെ കണക്കാ പറഞ്ഞത് 24 പേരുടെ ജെനുവിനായിട്ടുള്ളത് മാത്രമാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി. പക്ഷെ ബാക്കി 5994 എണ്ണവും റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്തിൽ ഒരാളും മാറിയിട്ടില്ല. ആ കേസിലാണ് ആരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിരെയാണെന്ന് എങ്ങനെ പറയും? ആരാ കേസ് കൊടുത്തിരിക്കുന്നത്? കോൺഗ്രസ്സുകാർ കേസ് കൊടുത്താണോ? രാഹുൽ ഗാന്ധി ആരോപണം കൊടുത്തതിന് ശേഷം വന്നിരിക്കുന്ന കേസാണോ? അതിനു മുമ്പ് വന്നിരിക്കുന്ന കേസാ? അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുക കർണാടകയുമായി ബന്ധപ്പെട്ട് ആ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അന്നേരമാണോ ഇലക്ഷൻ കമ്മീഷൻ കേസ് കൊടുത്തിരിക്കുന്നത്? നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കേസാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ സർക്കുലർ ഓൾറെഡി ഇറക്കി കഴിഞ്ഞാണ്. ഞങ്ങൾ എന്നാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത്, കേസ് നമ്പർ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചർച്ചയിൽ ആ കേസ് നമ്പർ പറഞ്ഞിരുന്നതുമാണ്. അപ്പൊ ഇത് ഒരു വശം. അടുത്തത്, കോൺഗ്രസ്സുകാർ പൊതുവെ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ആ തെരഞ്ഞെടുപ്പ് റിഗ്ഡ് ആണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഇലക്ഷൻ അവിടെ ഒരു സ്വീപ്പിംഗ് വിക്ടറി, ഈ പറയുന്ന 90s സ്ട്രൈക്ക് റേറ്റിലൊക്കെ ഈ NDA ജയിക്കുന്നതിനുള്ള കാരണം എന്താ? ഒന്ന്, നമ്മുടെ മലയാള മാധ്യമങ്ങളെ മാത്രം നോക്കിക്കോളൂ. ഇവിടെയുള്ള എല്ലാ മലയാള മാധ്യമങ്ങളും അവിടെ പോയി റിപ്പോർട്ട് ചെയ്തു. ഏതെങ്കിലും ഒരു ചാനൽ അവിടെ പോയതിനു ശേഷം അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞിട്ടില്ല. രണ്ട്, ഇപ്പൊ അവിടെ പ്രത്യേക ഒരു സാഹചര്യമുണ്ട്. അതായത് JDUവിനെ BJPക്ക് എന്തായാലും വേണം.
ഇപ്പൊ ഷാക്കിർ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ വേണമെങ്കിൽ നിതീഷ് കുമാർ ഇല്ലെങ്കിലും ഭരിക്കാം എന്നുള്ള അവസ്ഥയല്ല. കാരണം കേന്ദ്രത്തിൽ ഭരിക്കണമെന്നുണ്ടെങ്കിൽ JDU അവർക്ക് വേണം. അങ്ങനെയുള്ള JDUവിന് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം TDPക്ക് കൊടുക്കുന്നത് പോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാശിന് കാശ്, പ്രോഗ്രാമിന് പ്രോഗ്രാം, പദ്ധതിക്ക് പദ്ധതി, എല്ലാ കാര്യങ്ങളും അവിടെ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 2024 ശേഷം പ്രത്യേകിച്ച് അവിടുത്തെ വെൽഫെയർ സ്കീമുകൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു വലിയ ബൂസ്റ്റാണ്. പിന്നെ ആൾക്കാരുടെ കയ്യിലേക്ക്, സ്ത്രീകളുടെ കയ്യിലേക്ക് 10,000 രൂപ കിട്ടുന്ന ഒരു DBT പരിപാടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ത്രീകളായിട്ടുള്ള, നമ്മൾ ഈ പറയുന്ന ബീഹാറാണ്, അല്ലാതെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരുടെ നിലവാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചല്ല നമ്മൾ നോക്കേണ്ടത്. പൊതുവേ ജീവിത നിലവാരം പിന്നാക്കമുള്ള ഒരു സംസ്ഥാനത്ത് ആൾക്കാർക്ക് ഇതേപോലെ 10,000 രൂപ സ്ത്രീകൾക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ സാമാന്യമായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ കേരളത്തിൽ പറയാറില്ല കിട്ടുന്നു, അതാണ് അങ്ങനെ ഫ്രീ ബി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജംഗിൾ രാജ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് മനോരമയെ നമ്മൾ വായിച്ചതല്ലേ, മനോരമ പത്രത്തിൽ കിടക്കുന്നത് നമ്മൾ വായിച്ചതല്ലേ. നമ്മുടെ മലയാളി പത്രപ്രവർത്തകർ അവിടെ പോയിരുന്ന സമയത്ത് അവരെ റോബി ചെയ്തിരുന്ന ജംഗിൾ രാജിന്റെ ആൾക്കാരുണ്ടായിരുന്നു. ഇവർ പുറത്തു പോയി പരാതി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടിവസ്ത്രം മാത്രം കൊടുത്തിട്ട് ബാക്കി വസ്ത്രം ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം പൊക്കോണ്ടിരുന്ന ആൾക്കാരാണ് പണ്ട് ലാലു പ്രസാദ് യാദവ് അവിടെ ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഗുണ്ടകൾ എന്ന് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞു. ഇത് മലയാള മനോരമയിൽ വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തു പോകാം, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം, യാത്ര ചെയ്യാം, ജോലി ചെയ്യാം, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ട്. ഏതാണ്ട് 2.25 ലക്ഷം അധ്യാപകരെയാണ് ഈ നിതീഷ് കുമാർ അവിടെ കഴിഞ്ഞ ടൈമിൽ വന്നതിന് ശേഷം ശ്രീകുമാർ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പോകാതെ ഒരു വിലയിരുത്തലും നടത്താതെ ഇത് എളുപ്പമാണല്ലോ. വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളിലേക്ക് പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. വോട്ടർ പട്ടികയിൽ മുഴുവൻ ക്രമക്കേടായിരുന്നു, തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ബീഹാറിൽ നടന്നത്. അതുപോലെ ഇത് ദീർഘവീക്ഷണമുള്ള ഒരു രൂപകൽപ്പനയായിരുന്നു. സഖ്യകക്ഷികൾ പോലും വില പേശരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ എടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം, അത് തെരഞ്ഞെടുപ്പ് അട്ടിമറി, അത് തന്നെയാണല്ലോ. ഇങ്ങനെ ഒരു വിലയിരുത്തൽ മുമ്പ് ഒരു പാർട്ടിയും നടത്താത്തതാണ് കേട്ടോ. ആദ്യ ദിവസം തന്നെ മറ്റൊരു കാരണത്തിലേക്കും പോകാതെ ഒറ്റയടിക്ക് ഇത്രയും കാര്യങ്ങളിലേക്ക് വരിക, എന്നിട്ട് തെളിവ് ഞങ്ങൾ പുറത്തുവിടുമെന്ന് പറയുന്നത് ഇത് ഒളിച്ചോട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത്. നോക്കൂ മഞ്ജുഷേ, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ എന്തായാലും ജനങ്ങൾ നൽകിയ ഒരു മറ്റേ ഒരു മാൻഡേറ്റ് ആണ്. അത് എന്തായാലും അംഗീകരിക്കുന്നതിന്റെ ഒപ്പം തന്നെയാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഉന്നയിച്ചതല്ല. രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പത്രസമ്മേളനം കാലത്താണ് ബീഹാറിലത്തെ ഈ തീവ്ര വോട്ടിംഗ് പരിശോധനയുടെ വിഷയം വന്നത്. ആ വിഷയം നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യത്തെ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങള്, മഹാദേവപുരയിലെ കർണാടകയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാലത്ത് അത് ഇലക്ഷൻ കമ്മീഷന് ഒരു മറുപടി പറയാൻ 10 ദിവസം വേണ്ടി വന്നു. അന്ന് അവർ പറഞ്ഞത്, അന്നോ അതിന്റെ പിറ്റേന്നോ അവർ പറഞ്ഞത് തള്ളിക്കളഞ്ഞു എന്നാ പറഞ്ഞത്. പിന്നീട് ഒരു പത്രസമ്മേളനം ജ്ഞാനേഷ് കുമാർ നടത്തിയത് 10 ദിവസത്തിന് ശേഷമാണ്. ആ പത്രസമ്മേളനത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അത് അവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു രാഹുൽ ഗാന്ധിയുടെ ആരോപണമല്ല നമ്മൾ ഈ പറയുന്ന പോലെ, തെളിവ് സഹിതമുള്ള വിവരണങ്ങളാണ്. അതറിയാമല്ലോ, തെളിവ് സഹിതം വിവരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. നേരിട്ട് ആളുകളെ വോട്ട് ചെയ്തവരെ കൊണ്ടുവന്നതും വോട്ട് ഇല്ലാത്തവരെ കൊണ്ടുവന്നുള്ള തെളിവാണത്, അല്ല ആരോപണമല്ല. ആരോപണം എന്ന് പറഞ്ഞാൽ അത് പുകമറ പോലെ സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹം ഹരിയാനയിലത്തെ വിഷയം കൊണ്ടുവന്നു. ആ വിഷയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുത്തില്ല. അന്ന് BJP-ക്കാരെന്താ പറഞ്ഞത്? ഒരു ബിജെപിയുടെ മന്ത്രി, കേന്ദ്രമന്ത്രി റിജു ആണ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതേ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ തള്ളുന്നതിന് പകരം വേറെ ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് പത്രസമ്മേളനത്തെ അറിയാമല്ലോ. അത് ഞാനിവിടെ വിവരിക്കുന്നില്ല, ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്ന് തൊട്ടാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഇങ്ങനെ ആക്ഷേപം വന്നത്? എന്ന് തൊട്ടാണ്? അത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നരേന്ദ്രമോദി 303 സീറ്റിൽ അധികാരത്തിലെത്തിയ കാലം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സീറ്റ് ഏതാണ്ട് 243 എത്തി. അന്ന് അറിയാം, നമ്മുടെ ഈ യോഗേന്ദ്ര യാദവ് ഒക്കെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഏതാണ്ട് ഒരു 240-250 വോട്ട് സീറ്റുകൾ മാത്രമേ ഇത്തവണ BJP-ക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ സഖ്യം ചെയ്യേണ്ടത് ബീഹാറിലും അതുപോലെ മഹാരാഷ്ട്രയിലുമൊക്കെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കണം. അത് സീറ്റ് ധാരണയിലൂടെ അല്ലാതെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ശക്തി വർദ്ധിപ്പിക്കണമെന്നാണ് യോഗേന്ദ്ര പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരുന്നു?
ഇതൊക്കെ മുൻകൂർ പറഞ്ഞാട്ടെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാണ്, ബീഹാറിനെ കുറിച്ച് പറഞ്ഞതാണ്. അവിടെ ഇന്ത്യ മുന്നണി വോട്ട് സീറ്റ് ഷെയർ അല്ല നോക്കേണ്ടത്, ശക്തി വർദ്ധിപ്പിക്കണം എന്ന് വെച്ചാൽ അത് അദ്ദേഹം എന്തെങ്കിലും നിരീക്ഷിച്ച് കാണണം. അതിനുശേഷം ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തീവ്ര വോട്ടിംഗ് പരിശോധന ആദ്യം കൊണ്ടുവന്നത് ബീഹാറിലാണല്ലോ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത്. അപ്പൊ അത് ശരിയല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു. ആ 65 ലക്ഷം ആളുകളെ ഈ പരിശോധനയിലൂടെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് പറഞ്ഞു. വോട്ട് ഇല്ലാത്ത ആളുകളെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ നേരിട്ട് ഹാജരാക്കി പറഞ്ഞു. ഇതിനെല്ലാം ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പ് നടന്നപ്പം എല്ലാ നിരീക്ഷകരും, കോൺഗ്രസ്സുകാരും അല്ലാത്തവരും പറഞ്ഞത് അമ്പരപ്പിക്കുന്ന വിജയം, അത്ഭുതകരമായ വിജയം എന്നാണ് പറഞ്ഞത്. തൂത്തുവാരി എന്നുള്ളത് നമ്മുടെ സ്ഥിരം ഒരു പത്രഭാഷയാണ്. അമ്പരപ്പിക്കുന്ന വിജയം, ഈ അമ്പരപ്പ് എല്ലാവർക്കും ഉണ്ട്. ആ അമ്പരപ്പിന്റെ പശ്ചാത്തലം ആദ്യം പറഞ്ഞു. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇന്ന് കോൺഗ്രസിന് വേണ്ടി കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ഇന്നലെ തന്നെ പവൻ ഖേരെ പറഞ്ഞിരുന്നു. ഇവിടെ ദീപാങ്കർ ഭട്ടാചാര്യ ഇന്നലെ ഒരു കാര്യം പറഞ്ഞതാണ് ഇവിടെ തർക്ക വിഷയമായത്. അദ്ദേഹം പറഞ്ഞെന്താണ്, പറഞ്ഞതിനേക്കാൾ കൂടുതൽ പേര് വോട്ട് ചെയ്തു കാണുന്നു, അത് അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. തെറ്റോ ശരിയായിക്കോട്ടെ, അന്വേഷിച്ചോ, അത് ഇല്ല തെറ്റാണെങ്കിൽ വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഈ രണ്ട് പത്രസമ്മേളനങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ വിവരണം കൊടുക്കാൻ പറ്റിയോ? ആരോപണങ്ങൾ തള്ളിക്കളയുന്നു പറഞ്ഞതല്ലാതെ. അപ്പൊ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സംശയം നേരില്ല എന്നൊരു ചോദ്യമുണ്ട്. 2004 തൊട്ടാണല്ലോ നമ്മുടെ നാട്ടിലെ ഈ വോട്ടിംഗ് മെഷീൻ വരുന്നത്. ഈ 2004 ശേഷം ഇത്രയും വർഷമായി. ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് ആക്ഷേപം കേട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഈ യന്ത്രത്തെ കുറിച്ച്. അതായത് നമ്മൾ നോക്കൂ, ഈ ജർമ്മനി ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും നെതർലൻഡ് ആണെങ്കിലും അതൊക്കെ വലിയ വലിയ രാജ്യങ്ങളാണല്ലോ, നല്ല സാമ്പത്തിക സ്ഥിതി. അവരെന്തുകൊണ്ടാണ് ഈ യന്ത്രം ഉപേക്ഷിച്ചിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയത്? എന്തുകൊണ്ടാണ്? ഇതിന്റെ വിശ്വാസ്യത കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ വിശ്വാസ്യത വരാത്രത്തോളം കാലം ഇലക്ഷൻ കമ്മീഷൻ അത് പറയണം. ഒരു നമ്മുടെ അക്കാര്യത്തിൽ നിയമ പോരാട്ടം ഒരുപാട് നടന്നതാണ്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടതാണ്. അവസാനം അറിയാമല്ലോ, താങ്കൾക്ക് വിധിയും അറിയാമല്ലോ എന്തായിരുന്നു. സമയത്തെല്ലാം കുറ്റമറ്റതായിരുന്നു. അല്ല, ഞാൻ ബാക്കിയുള്ള സമയത്ത് ആകെപ്പാടെ കള്ളോട്ട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരിട്ട് വോട്ട് ചെയ്ത് പെട്ടിയിടുകയല്ലേ. അല്ല കള്ളോട്ടും ഇത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ സംശയം നേരിടല്ലേ? കള്ളോട്ടെന്ന് വെച്ചാൽ കള്ളോട്ട് ചെയ്യുന്ന ആളെ പിടിക്കാൻ പറ്റണം. അതാ രാഷ്ട്രീയ കക്ഷികളുടെയും പോലീസിന്റെയും ഒക്കെ ഒരു നിരീക്ഷണം ഉണ്ടായാൽ മതി. മറ്റേ അതല്ലല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, നമ്മുടെ കർണാടകത്തിലുള്ള 2010 കണ്ടാണ് മറ്റേ UPA ഭരണം അവസാനിക്കുന്ന സമയത്ത് കണ്ടാണ് ഒരു ശാസ്ത്രജ്ഞൻ, ഈ കാര്യങ്ങൾക്ക് അറിയുന്ന അദ്ദേഹത്തിന്റെ പേര് ഹരിപ്രസാദ് എന്നാണ് തോന്നുന്നു. അദ്ദേഹമാണ് അന്ന് ഇതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചത്. അപ്പൊ സുപ്രീം കോടതി VVPAT കൊണ്ടുവന്നു. ഈ VVPAT കുറിച്ച് സംശയങ്ങൾ പിന്നെ വന്നു. കാരണം ഈ യന്ത്രങ്ങളും ഈ സെറ്റ് ചെയ്യുന്ന വോട്ട്, താങ്കൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇവിടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളെ ജയിച്ചിട്ടില്ല എന്ന്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരെ ആക്ഷേപം ഉണ്ടായതിനു ശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ ബൈ ഇലക്ഷൻസിൽ വിജയം കോൺഗ്രസിനായിരുന്നു. നോക്കൂ മഞ്ജുഷ, ഞാൻ പറഞ്ഞതിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കൂ. അതായത് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, BJP CPM ഒക്കെ ജയിച്ചിട്ടുണ്ട്. ഈ ആക്ഷേപം വന്നത് ഇപ്പോഴല്ലേ? അതായത് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ഈ വോട്ട് തോൽക്കുന്ന സമയത്താണ് ഈ ആക്ഷേപം വരുന്നത്. അത് പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങളെ ഇലക്ഷൻ കമ്മീഷൻ ശ്രീകുമാർ സാർ, ഈ അല്ല, ഞാൻ ഒരു പ്രശ്നം, ഞാനൊക്കെ പത്രങ്ങളിൽ വന്ന വാർത്ത ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പത്രങ്ങളിൽ വന്ന കാലാകാലങ്ങളിൽ വന്ന നിരീക്ഷണങ്ങളും യോഗേന്ദ്ര യാദവിന്റെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതൊരു ഹരിപ്രസാദിന്റെ അദ്ദേഹമാണ് ആദ്യം ചൂണ്ടിക്കാണിച്ചത്. സുപ്രീം കോടതി VVPAT കാര്യം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ കുറിച്ച് മഞ്ജുഷ ആരും അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് ഒരു പത്രാധിപർ ഉണ്ടായിരുന്നു തൃശ്ശൂരില്. അദ്ദേഹത്തിന്റെ ഒരു TV അച്യുതവാര്യർ എന്നായിരുന്നു. TV അച്യുതവാര്യർ എല്ലാവർക്കും അറിയുന്നതാണ്. ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ അധികം ശേഷിയില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം അതൊരു എഡിറ്റോറിയൽ, വളരെ മിടുക്കനായ പത്രാധിപരായിരുന്നു. എക്സ്പ്രസില് ഒരു എഡിറ്റോറിയൽ, ഈ യന്ത്രം വന്നപ്പോൾ ഇത് ഭാവിയിൽ അപകടം ചെയ്യുന്നു. എത്ര വർഷം മുമ്പാന്ന് ആലോചിക്കണം. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഇതിന്റെ സംശയം വന്നു. പക്ഷെ സംശയമൊന്നുമല്ല വിഷയം. പല കോൺഗ്രസ് ജയിച്ചപ്പോഴും BJP ജയിച്ചപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ അതല്ലല്ലോ വിഷയം. വോട്ട് ചോരി എന്നുള്ള, അതായത് വോട്ട് അധികാര യാത്ര എന്തുകൊണ്ട് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തി? നിങ്ങൾ ആ യാത്രയ്ക്ക് മുമ്പ് വേറൊരു യാത്ര ആലോചിക്കണം. ബെൽച്ചിയിൽ ഇന്ദിരാഗാന്ധി തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന സമയത്ത് ബീഹാറിൽ ബെൽച്ചിയിലേക്ക് ഒരു ആനപ്പുറത്തൊരു യാത്ര നടത്തി ഇന്ദിരാഗാന്ധി. അതായത് തിരിച്ചുവരവിന് സഹായിച്ചു. അതേ തിരിച്ചുവരവിന് വേണ്ടിയാണ് വോട്ട് അധികാര യാത്ര ഈ കാലത്ത് നടത്തുന്നതാണ് 3-4 മാസം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചായിരുന്നു.
അല്ല ഞാൻ പറയട്ടെ തിരിച്ചു വരാൻ കഴിഞ്ഞല്ലോ ഉള്ളല്ലോ നമ്മുടെ തർക്കം ഇവിടെ. നമ്മുടെ സംശയം എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സംശയമാണ്. ഈ സംശയം മഞ്ജുഷിന് മാറിയിട്ടില്ലല്ലോ. മാറിയോ? 2 പത്രസമ്മേളനത്തിൽ കൃത്യം മറുപടി പറഞ്ഞോ? നമ്മൾ ഇതൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ കോൺഗ്രസ് തെളിവെന്ന് പറഞ്ഞാൽ തോറ്റപ്പ് കൊണ്ടുവന്ന തെളിവല്ല, കോൺഗ്രസ് മുമ്പ് 2 തവണ കൊണ്ടുവന്ന തെളിവാ. ആ തെളിവിന് ഉത്തരം കൊടുത്തില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വോട്ടർ പട്ടികയിൽ എല്ലായിടങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളില്ലേ? പലയിടങ്ങളിലും വോട്ടുകൾ ഇരട്ടിപ്പുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിന് SIR വരുന്നു. അല്ല, ഇതൊക്കെ പരിഹരിക്കുന്നതിന് SIR വരുന്നു. ആ SIRനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കോൺഗ്രസ് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട് കേരളത്തിൽ വോട്ടർ പട്ടികയിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് SIRനെ എതിർക്കുകയാണ്. ഇതാണ് പ്രശ്നം. അല്ലല്ല SIRന്റെ കാര്യത്തിൽ എന്താ കൃത്യമായ നിലപാട് കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ. SIRന്റെ കാര്യത്തിൽ കൃത്യമായി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. 65 ലക്ഷം പേര് പുറത്തായപ്പോഴേ ഇത് തർക്കമായിട്ട് വന്നുള്ളൂ. കേരളത്തിൽ SIR നടക്കുമ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയില്ല. നമ്മുടെ വീട്ടിലൊക്കെ എത്തിയില്ലേ SIRന്റെ കടലാസ് എത്തിയില്ലേ? നമ്മളെ ബില്ല് തീർക്കുമ്പോൾ അറിയാം കാര്യങ്ങൾ. അത് കൃത്യമായിട്ട് നടക്കും. ഞാൻ പറയുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ഒന്നുകിൽ കള്ളവോട്ടിനെ കുറിച്ച്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തെ കുറിച്ച്, അല്ലെ ഗവൺമെന്റ് കൊടുത്ത വാഗ്ദാനങ്ങളെ കുറിച്ച്. 10,000 രൂപ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ അതൊക്കെ നാളെ കോടതി വരുമ്പോൾ അറിയാം. എന്തായാലും കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുൻപ് ഉന്നയിച്ച ആ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്ന കോൺഗ്രസിന്റെ ആ ഒരു തെളിവ് നൽകൽ, അത് ഈ ബീഹാറിലത്തെ കാര്യത്തിലും അവർ ശ്രമിക്കുന്നതാണെന്ന് അവർ പറഞ്ഞത്. ശരി, അതായത് നിയമ നടപടിക്ക് പോകുന്നില്ല. അത് നല്ല കാര്യമാണ്. ഇതുവരെ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറായിട്ടില്ല. കോടതി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറയുന്നത് കോടതി കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടിയായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഇന്ന് പക്ഷേ KC പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടത്. അല്ല, നിയമ പോരാട്ടത്തിന് പോകാമല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ സമീപിക്കാമല്ലോ. അതിന് പോയിട്ടില്ല ഇതുവരെ. പക്ഷെ ഇന്ന് KC പറയുന്നുണ്ടായിരുന്നു പോകുമെന്ന്. അത് നല്ല കാര്യമാണത്. അല്ല, ഒരു സ്വയംഭരണ ഭരണഘടനാപരമായ സ്ഥാപനത്തിന്റെ അതിന്റെ അധികാരം എന്ന് പറയുന്നത് അത് അവര് നിക്ഷിപ്തമാണ്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മാറ്റാനുള്ള സംവിധാനമൊക്കെ ഉടച്ചു വാർത്തുന്നതൊക്കെ ഞാൻ ഇവിടെ പറയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. ഷാക്കിർ, ഇതാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അല്ലേ? കാരണം ഇത്ര ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ എന്തുകൊണ്ട് തോറ്റു, അത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര എന്തുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തില്ല, RJDയുമായുള്ള സഖ്യം എന്തുകൊണ്ട് വിജയിച്ചില്ല, അവിടെ സഖ്യകക്ഷികളുമായിട്ട് കോൺഗ്രസിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് സിങ്ക് ചെയ്തു പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നോ? ഇക്കാര്യമൊന്നും ഇവിടെ വിശകലനം ചെയ്യേണ്ട. കാര്യം ഒറ്റ കാര്യത്തിലേക്ക് പോയാൽ മതി. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായിരുന്നു, അതുകൊണ്ട് തോറ്റു. ഇത്രയും മതിയല്ലോ. മഞ്ജുഷിൻ്റെ ഈ റോൾ എനിക്ക് മനസ്സിലാവണില്ല. ഒന്ന്, അതായത് ഇപ്പോൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ RJD അല്ല ഇവിടെ തോൽക്കുന്നത്, നമ്മുടെ രാജ്യമാണ്. ഇവർ പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, നേരെ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വോട്ട് ചോരി ആരോപണം അല്ലെങ്കിൽ അതിൻ്റെ പോരാട്ടം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഒരു സംശയം വേണ്ട, ഇത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ അവിടെ 5 സീറ്റുകളിൽ ഒവൈസിയുടെ പാർട്ടി 5 സീറ്റുകളിൽ 30,000-നും 40,000-നും ഇടയ്ക്ക് വോട്ടുകൾക്കാണ് ജയിച്ചത്. അതായത് വൻ വിജയം, വൻ മാർജിനിലുള്ള വിജയമാണ്. എനിക്ക് തോന്നുന്നു ഏതോ മണ്ഡലത്തിൽ 50,000 വോട്ടുകൾക്ക് പോലും ഒവൈസിയുടെ പാർട്ടി ജയിച്ചിട്ടുണ്ട്, AIMIM. അപ്പോൾ അവിടെയും ഇങ്ങനത്തിലുള്ള വോട്ട് ചോരി നടന്നിട്ടുണ്ട്. അവിടെയും വേണമെങ്കിൽ അങ്ങനെ നടത്താമായിരുന്നുവല്ലോ. അല്ല, ഇവിടെ അല്ലല്ലേ, ഞാൻ പറയട്ടെ, ഇവിടെ ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഇന്ത്യ സഖ്യം ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു. അതുണ്ടായിട്ടില്ല. മഞ്ജുഷ ഒന്ന് പറയാൻ സമ്മതിക്കും പ്ലീസ്. ഇന്ത്യ സഖ്യമല്ല, അവിടെ 99% വോട്ടർമാർ ഒരുമിച്ച് നിന്നിട്ടും കാര്യമില്ല. ഈ ഇലക്ഷൻ കമ്മീഷനും ഈ കേന്ദ്ര സർക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജാതി അട്ടിമറി നടത്തുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, ഞാനൊന്ന് മഞ്ജുഷ നിങ്ങൾ പറയാൻ സമ്മതിക്ക്. അല്ല, ഞാൻ പറയട്ടെ പ്ലീസ്, ഞാൻ പറയട്ടെ. ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു നിഷ്പക്ഷ സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇതാകുമായിരുന്നില്ല. ഇപ്പോൾ 10,000 രൂപ കൊടുത്ത കഥ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി, 2004 തമിഴ്നാട്ടിൽ ജയലളിത കർഷകർക്ക്
പിന്നെ കറണ്ട് ചാർജ് കൊടുക്കുന്നു എന്നുള്ള പേര് നേരിട്ട് പണം കൊടുത്തപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിർത്തിവെപ്പിച്ചു. അതേപോലെ 2011 DMK കളർ TV അവിടെ വോട്ടർമാർക്ക് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ 2006 മുതൽ കൊടുത്തു വരുന്നൊരു പ്രോസസ്സാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് പാടില്ല, അത് ജനങ്ങളെ എന്താ പറയുക പിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്, നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിർത്തിവെപ്പിച്ചു. ഇപ്പോൾ 10,000 കോടി രൂപ 10,000 രൂപ വെച്ച് ജനങ്ങളിലേക്ക് നേരിട്ട് കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക മുതൽ എല്ലാ അർത്ഥത്തിലും BJPയുടെ ഏജൻ്റായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ അല്ല മഞ്ജുഷ ക്ഷീണം വരുത്തുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിനാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയാത്തത്? സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ ജനഹിതം അനുസരിച്ചുള്ള സർക്കാർ വരും. അപ്പോൾ സർക്കാരുകളുടെ പോരായ്മകൾ കൊള്ളരുതായ്മകൾ പുറത്തു വരും. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ജനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള ഭരണം രാജ്യത്ത് നടപ്പിലാവും. ഇതൊരു തരം ഫാസിസ്റ്റ് ഭരണകൂടമാണ്. ഈ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന അട്ടിമറികൾ എല്ലാമേ നോട്ട് നിരോധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതും അത് പിന്നീട് കള്ളനോട്ടുകൾ പിടിച്ചെടുക്കാനാണെന്ന് പറഞ്ഞ് അവസാനം വന്നിട്ടുള്ള കണക്കൊക്കെ നമ്മൾ പുറത്തു വന്നപ്പോൾ അന്താളിച്ചു പോയതാണ്. അതിനൊന്നും പരിഹാരമില്ല. കോടതിയിൽ പോയാലുള്ള സാഹചര്യം നമുക്കറിയാം. ബാബരി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ 4 ജഡ്ജിമാർക്കും ചില ആളുകൾക്ക് റിട്ടയർമെൻറ്റ് മുമ്പ് തന്നെ സർക്കാർ ചില പിന്നെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ശേഷം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വിധി പറഞ്ഞു എന്ന് പബ്ലിക്കായി അന്നത്തെ ജഡ്ജി പ്രസംഗിക്കുകയാണ്. എനിക്കന്ന് ഉൾവിളി ഉണ്ടായി എന്ന്. രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടില്ല. അപ്പോൾ പൊതുവെ ഭരണഘടനാ സ്ഥാപനം അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യം മാത്രമല്ല ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ സർക്കാർ തന്നെ യഥാർത്ഥത്തിൽ രൂപീകരിക്കാൻ ഇവർക്ക് യാതൊരു ധാർമ്മിക അവകാശവുമില്ല. ഇതേപോലെ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തി കള്ളക്കളികൾ നടത്തിയിട്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്. സുപ്രീം കോടതി അടുത്ത കാലത്ത് പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചു. മഞ്ജുഷ അക്കാര്യം എന്താ പറയുക? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയിരുന്നില്ല. കേവല ഭൂരിപക്ഷം പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നില്ല എന്ന് താങ്കൾ പറയുന്നത് അട്ടിമറിയിലൂടെയാണ് അധികാരത്തിലെത്തിയത് എന്ന്. അത് നിങ്ങൾ ഇപ്പൊ വെറും രാഹുൽ ഗാന്ധി ആരോപണമാണ് ഉന്നയിക്കുന്നത്, തെളിവുകളാണ് പുറത്തുവിടുന്നത്. തെളിവുകൾ പുറത്തുവിടുകയാണ്, ആരോപണം ഉന്നയിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് തോറ്റത് കൊണ്ട് അല്ല, എത്ര തെളിവ്, ഇഷ്ടംപോലെ തെളിവ്. അതായത് 1 by 1 ചോദ്യം ചോദിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവൈലബിൾ ആയ ഡാറ്റ കൊടുക്കാൻ പോലും മാസങ്ങൾ എടുക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തിട്ട് ആ മറുപടി വേണം ജ്ഞാനേഷ് കുമാറിന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഇന്ത്യയിലെ ജനങ്ങളോട് പറയണമെന്നെങ്കിൽ. ഇതൊക്കെ എന്താണ്? രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കല്ലേ? ഇത് കോൺഗ്രസിനെയോ ഇന്ത്യ മുന്നണിയോ ബാധിക്കുന്ന പ്രശ്നമാണോ? രാജ്യത്ത് ജനങ്ങളെ ബാധിക്കല്ലേ? രാജ്യത്തിന് ആത്മാവിനെ ബാധിക്കല്ലേ? അവിടെ നിങ്ങൾ എന്താ പറയുക, ന്യൂസ് 18 പോലുള്ള ചാനൽ പോലും അത് ന്യായീകരിക്കാൻ വേണ്ടി ചർച്ച നടത്തുക എന്നുള്ളത് ഖേദകരമാണ്. ഇത് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ബാധിക്കുന്ന പ്രശ്നമല്ല, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതാണ്. നമ്മൾ അഭിമാനപൂർവ്വം പറയും ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജനാധിപത്യം നമ്മുടെ രാജ്യത്താണ് എന്ന്. എന്നിട്ട് ഇവർ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത് ഇഷ്ടത്തിനനുസരിച്ച് വോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് റിസൾട്ടായി പറഞ്ഞു. കൂടെയുള്ള പാർട്ടികളെയും സഖ്യകക്ഷികളെയും അവരുടെ ഭാവിയിൽ വരാനിരിക്കുന്ന വിലപേശലുകളെയും മറികടക്കുന്നതിന് വേണ്ടി ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതാണ് ഇത്തവണത്തെ പുതിയൊരു കാര്യം എന്ന് പറയുന്നത്. അതേ ഉള്ളൂ ഷാക്കിർ. ഈ സഖ്യകക്ഷികളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ ബലം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ 10,000 രൂപ കൊടുത്ത കാര്യം 10,000 രൂപ കൊടുത്ത കാര്യം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് ബലം കിട്ടിയേനെ. ഫ്രീ ബീസ് നല്ലതല്ല. കേരളത്തിൽ ഫ്രീ ബീസ് നല്ലതല്ല. ശരി തന്നെ, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ മറ്റു കാര്യങ്ങളെ നിങ്ങളുടെ ദൗർബല്യത്തിലേക്ക് പോകുന്നതേ ഇല്ല. കോൺഗ്രസ് സഖ്യകക്ഷികളെ കണക്കിലെടുക്കുന്നില്ല. സ്വയമേ ദുർബലമായിരുന്ന കോൺഗ്രസ് RJDയെ പോലും കണക്കിലെടുക്കാതെയാണ് പോയത്. സൗഹൃദ മത്സരങ്ങൾ അവിടെ കണ്ടിരുന്നു. പക്ഷെ മറുവശത്ത് അത് കെട്ടുറപ്പുള്ളതാണ് മുന്നണി. മഞ്ജുഷ, തെറ്റാണ്. ഇന്ന് ബീഹാറിലെ RJD അധ്യക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് വൈകുന്നേരം മഞ്ജുഷ ശ്രദ്ധിച്ചോ? എന്തെങ്കിലും പറഞ്ഞു പോലെ RJDയുടെ ബീഹാർ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ഈ കോൺഗ്രസുമായി ബന്ധം പുനഃപരിശോധിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് തെറ്റായി തോന്നിയിട്ടില്ല. ഈ ബന്ധം തുടരും. ഇവിടെ ജനാധിപത്യം അട്ടിമറിയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആരോപണം ദയവായി മഞ്ജുഷെ ആളുകൾ മണ്ഡലത്തിൽ ആരാണ് ജയിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ
നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് വല്ലാണ്ട് ഇടങ്ങറായിട്ട് ന്യായീകരിക്കാൻ നിങ്ങൾ ഈ നിൽക്കുന്നത്? ഇത് യഥാർത്ഥ കാണുന്ന ജനങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ വരുമ്പോൾ കുറിച്ച് ഇങ്ങനെ എന്ത് പറയുന്നു, വിചാരിക്കും? അത്രയേ ഉള്ളൂ. ഇത് പകൽ പോലെ വ്യക്തമല്ലേ? അല്ല, യഥാർത്ഥ പ്രശ്നം ജനാധിപത്യം നടക്കണില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടക്കണ്ടേ, ജനഹിതം പരിശോധിക്കണ്ടേ? ഇത് ശരി, ഇത് ശ്രീ വോട്ടിംഗ് മെഷീൻ പണിക്കർ, സെറ്റ് ചെയ്ത് ഇലക്ഷൻ വെച്ചിട്ട് കമ്മീഷൻ ഇവർക്ക് ഇതിന് ഇഷ്ടമുള്ളത് തൃപ്തികരമായ കൊടുക്കാൻ മറുപടി പറ്റാത്ത നൽകിയിട്ടില്ല കൃത്യമായിട്ടുള്ള എന്നുള്ള ഏർപ്പാട് കാര്യം ശരിയാണ് നടത്തുന്നത്. കേട്ടോ. വേണ്ട ഡേറ്റകൾ കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടിയും നൽകുന്നില്ല, എല്ലാ ആരോപണങ്ങളെയും പ്ലെയിനായിട്ട് നിഷേധിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ബീഹാറിലെ കാര്യത്തിലേക്ക് വന്നിട്ടില്ല, അത് ഉടൻ തെളിവ് വരുമെന്നാണ് ഇന്ന് KC പറയുന്നത്. അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഷാക്കിർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ 10,000 രൂപ വീതം സ്ത്രീകൾക്ക് ബീഹാറിൽ ഗവൺമെന്റ് കൊടുക്കുന്നതിനെ അദ്ദേഹം കമ്പയർ ചെയ്തിരുന്നത് എന്തുമായിട്ടാണ്? തമിഴ്നാട്ടിൽ കളർ TV കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും തമിഴ്നാട്ടിൽ മറ്റ് വെൽഫെയർ സ്കീമുകൾ, ഇപ്പോൾ വൈദ്യുതിക്ക് ചാർജ് സൗജന്യമാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെയാണ് അത് കമ്പയർ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇവിടെ ഇത് പ്രശ്നമാണ്, ആ സമയത്ത് അത് തടയുന്നു, പക്ഷേ ബീഹാറിൽ ഇത് അനുവദനീയമാണ് എന്ന്. ശ്രീ ഷാക്കിർ, മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം കൊടുക്കണം. എന്തുകൊണ്ടാണെന്നറിയാവോ തമിഴ്നാട്ടിൽ ഈ കളർ TV സ്കീം നിയമവിരുദ്ധമായി പോയത്? പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം അത് പ്രഖ്യാപിച്ച് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് റിസ്യൂം ചെയ്തു. അതേപോലെ ആൾക്കാർക്ക് ഈ സൗജന്യമായിട്ട് വൈദ്യുതി നിരക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന സമയത്തൊരു പ്രഖ്യാപനമായിട്ട് വന്നു. അതുകൊണ്ടാണ് അത് ചലഞ്ച് ചെയ്യപ്പെട്ടതും അത് ഡിഫീറ്റ് ചെയ്യപ്പെട്ടതും. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന പേരിൽ അവർ നേരത്തെ തന്നെ ഡിവൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. ഒക്ടോബർ 15 മുമ്പ് തന്നെ അതിന്റെ പേ ഔട്ട് കഴിഞ്ഞു. അതായത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പേ ഔട്ട് കഴിഞ്ഞു. തന്നെയുമല്ല, ക്യാബിനറ്റിന്റെ റെഗുലർ ആയിട്ടുള്ള അപ്രൂവലുള്ള ഏതൊരു പരിപാടിയും ഓൺഗോയിങ് തലത്തിൽ നൽകാവുന്നതുമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇലക്ഷൻ സമയത്ത് ഫ്രീ ബി നൽകുന്നത്. അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. പുതുതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കൊടുക്കരുതെന്നാണ്. നോക്ക്, ഇവരൊക്കെ വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻസ് ആണ്. നിതീഷ് കുമാറിനെ ഒന്നും നമ്മൾ ഭരണം പഠിപ്പിക്കേണ്ടെന്ന കാര്യമില്ല. എങ്ങനെയാണ് ഒരു സ്കീം കൊണ്ടുവരേണ്ടത്, അത് പ്രശ്നമില്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് ഏത് സമയത്ത് നടപ്പാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ സീസൺഡ് ആയിട്ടുള്ള നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവർ. അപ്പൊ അതുകൊണ്ട് അത് നിയമപ്രകാരമാണ് തന്നെ നടത്തുന്നതിനുള്ള മാർഗങ്ങൾ അവർക്കറിയാം. അത് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതാണ് പ്രശ്നം. ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും സ്ത്രീകളുടെ വോട്ടർ ടേൺ ഔട്ട് നോക്കൂ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ഇവിടെ നേരത്തെ ഇത് ചോദിച്ചിരുന്ന സമയത്ത് മഞ്ജുഷ ചോദിച്ചല്ലേ, രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം നടത്തിയതിനു ശേഷമല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം? അല്ല, ഞാനിപ്പോൾ വീണ്ടും എൻ്റെ കയ്യിലുള്ള ആ ഡേറ്റ പരിശോധിച്ചു. അതുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദുവിന്റെ റിപ്പോർട്ടുണ്ട്. രാഹുൽ ഗാന്ധി മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് ഈ പത്രസമ്മേളനം നടത്തുന്നത് ഈ 2025 ഓഗസ്റ്റ് മാസമാണ്. മറിച്ച് ഇങ്ങനെ വോട്ടർ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഫോം 7 തെറ്റായി കൊടുത്തുകൊണ്ട് ഓൺലൈനായിട്ട് അവരുടെ ഗരുഡ ആപ്പ്, മറ്റ് 3-4 ആപ്പുകളുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ, ഇതിലെല്ലാം വഴി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യാജമായിട്ടുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായിട്ടുള്ള ഫോം 7 പല ആൾക്കാരുടെ പേരിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ബൾക്കായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ FIR ഫയൽ ചെയ്യുന്നത് 2023 ഫെബ്രുവരിയാണ്. അതായത് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നതിന് ഏതാണ്ട് 2.5 വർഷം മുൻപ്. എന്നിട്ട് അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എല്ലാ രേഖകളും എടുത്തതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അവർ ഇറക്കിയിരിക്കുന്നതാണ്. അത് ദ ഹിന്ദുവിൽ വാർത്തയുമുണ്ട്. കലബുർഗി SP മുന്നിൽ ഹാജരായി 2023 സെപ്റ്റംബർ 6 എല്ലാ ഡേറ്റയും, ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും കൊടുത്ത് അന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന അന്വേഷണമാണ് ഈ 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരാളിന്റെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധിയാണോ ആദ്യം പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? പിന്നെ ഇവിടെ ശ്രീകുമാർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണ്? മഹാദേവപുരയുമായി ബന്ധപ്പെട്ട്, കർണാടകയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് എല്ലാം തെളിഞ്ഞില്ലേ, മറുപടി ഇല്ലല്ലോ എന്നുള്ളത്. എന്താ തെളിഞ്ഞത്? മഹാദേവപുരയുമായി മാത്രം ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം എന്തായിരുന്നെന്ന് ശ്രീകുമാർ ഓർക്കുന്നുണ്ടോ? 1,250,000 കണക്കോർക്കണം, 1,250,000 വ്യാജ വോട്ടുകൾ പുതുതായിട്ട് അവിടെ ചേർത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സത്യത്തിൽ എത്ര വോട്ടായിരുന്നു അവിടെ പുതുതായിട്ട് വന്നിരുന്നത്? 52,000 വോട്ട്. എന്നിട്ട് എത്ര പേരാണ് നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ അധികമായിട്ട് അവിടെ ആ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നത്? 20,000 ആൾക്കാർ. അപ്പൊ ഈ 20,000 ആൾക്കാരാണ് അഡീഷണൽ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് എന്നിരിക്കെ 1,00,000-ലധികം കള്ള വോട്ടുകൾ അവിടെ ചേർത്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം എവിടെ തെളിയിക്കപ്പെട്ടു? എങ്ങും തെളിയിക്കപ്പെട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആരോപണം എന്തായിരുന്നു? 120 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിൽ 80 വോട്ടർമാർ. സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? അത് ഈ മൈഗ്രന്റ് ലേബറേഴ്സിനെ പാർപ്പിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ, അതായത് BJP ലിങ്ക്ഡ് മാധ്യമങ്ങളല്ല, മറിച്ച് വളരെ ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പോയി അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടുപിടിച്ചതല്ലേ? കണ്ടുപിടിച്ചപ്പോഴോ ഇവിടെ കേരളത്തിൽ കോഴിക്കോട്ടുണ്ടല്ലോ ഇതേപോലെ തന്നെ
ചെറിയ സ്ഥലങ്ങളിൽ 100-500 ആൾക്കാർ. നമ്മുടെ VT ബൽറാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നില്ലേ? നോക്കൂ, നമ്മുടെ നാട്ടിൽ പോലും പിന്നെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ആൾക്കാരെ വോട്ട് ചേർക്കുന്നു. എന്തായിരുന്നു അതെല്ലാം? അതൊക്കെ ആശ്രമങ്ങളായിരുന്നു. ആ ആശ്രമത്തിൽ അവരുടെ രക്ഷകർത്താവായിട്ട് കാണുന്നത് ഈ ദീക്ഷ എടുത്തതിന് ശേഷം അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആളാണ്. അയാളുടെ പേരിലാണ് അവരുടെ ID കാർഡുകളെല്ലാം ഉള്ളത്. അവർക്ക് പൂർവാശ്രമത്തിലെ വേറെ ഡോക്യുമെന്റുകൾ ഇല്ല, അവർ പുതുതായിട്ട് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള റിലീജിയസ് സെന്റേഴ്സ്, അതേപോലെ പിന്നെ നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരൊറ്റ അഡ്രസ്സിലാണ് ഈ വീടുകളെല്ലാം വരുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഏത് കാര്യമാണ് തെറ്റാണെന്ന് അറിഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു? ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നുവെന്ന്. എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്? എന്താണ്? പണ്ട് മുതലേ ഉള്ള ചിട്ട, വീടില്ലാത്ത ആൾക്കാർക്കും വോട്ടിന് അവകാശമുണ്ടല്ലോ. വീടില്ലാത്ത ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൗസ് നമ്പർ ഇല്ലാത്ത വീടുകൾക്ക് ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പ്രാക്ടീസാണ്. ശകുൻ റാണി എന്നൊരു പേര് ശ്രീകുമാർ മറന്നു കാണുമോ? ഇല്ലല്ലോ. ശകുൻ റാണി എന്നൊരു ലേഡി പല ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്തു എന്ന്. അവർ പുറത്തു വന്നു, അവരുടെ രേഖകൾ പുറത്തു വന്നു. എന്നിട്ട് എന്താണ്? അവരൊരൊറ്റ സ്ഥലത്താണ് വോട്ട് ചെയ്തിരുന്നത്. ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഇപ്പൊ ഈ ബോംബുകൾ അല്ലെങ്കിൽ ഫയൽസ് എന്നും പറഞ്ഞിട്ട് ഹരിയാനയിൽ മോഡലിന്റെ ഫോട്ടോ പലയിടങ്ങളിൽ ഉപയോഗിച്ചത്. ആ മോഡലിന്റെ ഫോട്ടോ മിസ്മാച്ച് മാത്രമേ ഉള്ളൂ. അതിലുള്ള ഒറിജിനൽ ആൾക്കാരോ സ്വീറ്റി, സരസ്വതി, ഇവർക്കെല്ലാം അവരവരുടെ ഫോട്ടോ പതിച്ചിരിക്കുന്ന ഐഡന്റിറ്റി കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഞ്ജുഷെ ആരാ ഇത് കൊണ്ടുവന്നേ? ഇന്ത്യ ടുഡേ, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള BJP ലിങ്ക്ഡ് അല്ലാത്ത മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് മാധ്യമങ്ങൾ, ഇപ്പൊ 24 ന്യൂസ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനം. ഒരു സെക്കൻഡ് നമ്മുടെ നാട്ടിൽ ഒരു സെക്കൻഡ് ഷക്കീർ, ഞാൻ സംസാരിച്ചോട്ടെ. അങ്ങ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഒരു വീട്ടിൽ 501 പേര്, വേറെ ഒരു വീട്ടിൽ 66 പേര്. നോക്കൂ, ഒരു വീട്ടിൽ 66 വോട്ടും മറ്റൊരു വീട്ടിൽ 501 വോട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അവിടെ പോയി, നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ ചെന്നതിന് ശേഷം വെരിഫൈ ചെയ്തിട്ട് ഇതെല്ലാം ഒറിജിനൽ ആണ് എന്ന് തെളിഞ്ഞതല്ലേ? അവരുടെ ആരുടെ ഇരട്ട വോട്ടല്ല എന്ന് പറഞ്ഞ് തെളിഞ്ഞതല്ലേ? എന്ന് വെച്ചാൽ അങ്ങനെ ന്യായീകരിച്ചിട്ടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നം ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അല്ല, ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. അല്ലല്ല, ഒരു സെക്കൻഡ്. രാഹുൽ ഗാന്ധി ഔദ്യോഗികമായിട്ട് പരാതിപ്പെട്ടിട്ടില്ല. ഔദ്യോഗികമായി പരാതിപ്പെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നത് മാത്രമാണ് ചെയ്തത്. അദ്ദേഹം വ്യവസ്ഥാപിതമായിട്ട് അദ്ദേഹം ഒരു കാര്യം ഞാൻ പറയട്ടെ. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കില്ല. ശരി, അദ്ദേഹത്തിന് വിശ്വാസമില്ല. രാഹുൽ ഗാന്ധി കോടതിയിൽ പോവില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് കോടതി എന്നെ കാണുന്നുണ്ട് എന്നാണ്. ശരി, അത് പോകുന്നില്ല. അടുത്ത് എന്ത് ചെയ്യണം? നിങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ ആൾക്കാരെ ചേർക്കുന്ന സമയത്തും വോട്ടിന് ആള് വരുന്ന സമയത്തും കള്ളവോട്ടിന് ആള് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ചലഞ്ച് ചെയ്യുക. ഉണ്ടായിട്ടില്ല. അടുത്തത് പാർട്ടി എന്ത് ചെയ്യണം? ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസത്തിനകം അപേക്ഷ കൊടുത്തിട്ട് CCTV നിങ്ങൾ വാങ്ങിയെടുക്കുക. നിങ്ങൾ അതേപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വാങ്ങിയെടുക്കുക. അത് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഹരിയാനയിൽ 20 കേസുകൾ, ആ കേസ് നടന്നില്ല. എന്നിട്ടോ SIR ശ്രീകുമാർ പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി പറയുന്നത്. SIR ശ്രീകുമാർ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട്. ശ്രീകുമാർ പറഞ്ഞല്ലോ. ശ്രീകുമാർ എന്താ പറഞ്ഞേ? SIR-മായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഒഴുക്കൻ മട്ടി പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞ അങ്ങനല്ല. SIR പറ്റില്ല, SIR നടത്തില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞു. അല്ലല്ല, ഒരുമിച്ച്. അതായത് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പോലും പറയാത്ത കാര്യങ്ങളാ ശ്രീജിത്ത് പണിക്കരുടെ ന്യായീകരിക്കും. അയ്യോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാ. നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക ഡേറ്റയുമായിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലല്ലോ, ഇന്ത്യയുടെ രാജാവൊന്നും അല്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് പരാതിപ്പെടണം. പരാതിപ്പെട്ട ചെയ്യാം. പരാതിപ്പെടുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത് കഷ്ടമാണെന്ന് എല്ലാ പത്രങ്ങളും, മലയാളം പത്രങ്ങൾ മാത്രം എടുക്കുക. അതിൽ പത്രത്തിലേക്ക് കേൾക്കോ സാറേ? ശ്രീകുമാർ സാറേ, പത്രങ്ങൾ പോയി രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നതിന് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാർ കേൾക്കും അല്ലേ? ജാഗ്രത അല്ലേ? അങ്ങനല്ലേ? അല്ല, ഞാൻ പറഞ്ഞ സാറേ, നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം റിഗ്ഡ് ആണെന്നാണ് നിങ്ങളുടെ ധാരണ. ആ ധാരണ പോലെ മണ്ടത്തരം വേറെ ഇല്ല സാറേ. അല്ലല്ല, ഒരു മിനിറ്റ്. അതായത് നോക്കൂ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ആരോപണങ്ങളല്ല.
അദ്ദേഹം തെളിവുകൾ സഹിതം പ്രദർശിപ്പിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഉണ്ടായില്ല. ആ തെളിവെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞവരെ മിണ്ടായിരുന്നില്ലേ? അല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ്. അത് വ്യാജമാണോ അല്ലയോ? ശ്രീകുമാർ സാറിന് ഇപ്പൊ തന്നെ താങ്കളുടെ മുന്നിലുള്ള തെളിവ് വെച്ച് പറയൂ. മഞ്ജുഷ, അതൊരു വാലിഡ് ചോദ്യമല്ലേ? ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുന്ന തെളിവ് നിരത്തി. അത് വ്യാജമാണോ സത്യമാണോ? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് പറയുന്നത് കള്ളമാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമോ അല്ലേ? നിങ്ങൾക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ കൊള്ളും സാറേ. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ രോഷം കൊള്ളല്ലേ സീത്തെ. ഞാൻ താങ്കളെ ഇങ്ങനെയല്ല ധരിച്ചത്. താങ്കൾ ക്ഷമിക്കൂ. താങ്കൾക്ക് ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ എല്ലാ പത്രലേഖകരെയും ഒരാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം എടുത്തു. ആ 10 ദിവസത്തിൽ ശേഷം നൽകിയ മറുപടിയെ ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധി കർണാടകത്തിലെ മഹാരാഷ്ട്രത്തിൽ വോട്ട് ചേർക്കാനും കർണാടകത്തിൽ വോട്ട് കളയാനും അതോ തിരിച്ചാണോ എനിക്കറിയില്ല, അത് ശ്രമം നടന്നു എന്നാ പറഞ്ഞത്. ശ്രമം നടന്നു. അതൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. അല്ല, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. ഞാൻ പറയട്ടെ. അല്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ പറയരുത്. അദ്ദേഹം പറഞ്ഞ അങ്ങനല്ല, അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്ലീസ് ക്ഷമിക്കൂ. അതിനുശേഷം അക്കാര്യത്തിൽ മഹാദേവപുരത്തെ ശേഷം ഹരിയാനയിൽ കൊണ്ടുവന്നു. ഹരിയാനയുടെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. അന്ന് രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടെ പറഞ്ഞു, അടുത്തത് ബീഹാർ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സമയത്ത് പത്രസമ്മേളനം, അത് BJP പ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രി റിജു ആനന്ദ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ നമ്മൾ കേട്ടതാണല്ലോ. ഇതൊക്കെ ഞാൻ ആവർത്തിക്കാണ് വെറുതെ. ഇനി അതൊക്കെ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപം വരാനുള്ള കാരണം എന്താണ്? അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. ഇന്നലെ ഈ ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ മുൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാമിനെ എന്താ പറഞ്ഞത്? മറ്റേ മഞ്ജുഷെ, താങ്കൾ കേട്ടതല്ലേ? നമ്മളിപ്പോ ചർച്ചയിൽ പങ്കെടുത്തതല്ലേ? മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറാ കേരളത്തില്, അറിയാമല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന് അധീനമാകണം എന്നൊരു ചിന്തയെ രാഹുൽ ഗാന്ധി കൊണ്ടുള്ളൂ. അത് എപ്പോഴാ വന്നത്? അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇപ്പൊ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ അല്ല, ഞാൻ പറയട്ടെ. അത് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കരുത്. അല്ല, അത് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കരുത്. കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യം വരുന്ന സമയത്ത് രാഷ്ട്രീയം, ടിക്കാറാം മീണ വരുന്ന സമയത്ത് രാഷ്ട്രീയമില്ല, നിഷ്പക്ഷൻ. അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ കുടിക്കുന്നത് സാറേ? അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ സാറേ കുടിക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഞാനൊരു കാര്യം താങ്കൾ പറഞ്ഞു, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞിരിക്കുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാൻ പോലും താങ്കൾ തയ്യാറല്ല. അല്ല, ഈ വിഷയത്തിൽ സത്യത്തിന്റെ പക്ഷമുണ്ട്. താങ്കൾ നുണയുടെ പക്ഷത്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് പിന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാഹുൽ ഗാന്ധിയെ ജയിക്കാവും? അതാണ് ശ്രീകുമാർ സാറ് പറഞ്ഞു വരുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് എന്താ പറഞ്ഞു വരുന്നത്? ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും രാഹുൽ ഗാന്ധിയെ ജയിക്കാവും, വേറെ ആര് ജയിച്ചാലും ഞങ്ങൾ കളിക്കില്ല, അതല്ലേ പറയുന്നേ? അല്ല, അത് ശരിയല്ല സാറേ. സാറിന്റെ അടുത്ത് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാറ് പറഞ്ഞെന്താ? അല്ല, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യവും തെറ്റാണെന്ന് തെളിഞ്ഞില്ല എന്ന്. 6 കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല സാറേ തെറ്റാണ്. എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയുമോ? എന്റെ ഒരൊറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയുമോ? ആ ഒരൊറ്റ ചോദ്യം, അതിനെന്തുകൊണ്ട് മറുപടി ഇല്ലാത്തേ? അല്ല മഞ്ജുഷ, ഞാൻ ചോദിക്കുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ചോദ്യം. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുള്ളത് കള്ളത്തരമാണ്, അത് വോട്ട് ചോരിയാണ്, വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നതിനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പിടിച്ചല്ലോ അതിനെ. എന്നിട്ടെന്താ സാറേ, അതിനെ സമ്മതിക്കുമോ? അല്ല സാർ, അത് സമ്മതിക്കുമോ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മഞ്ജുഷ, 8 മണിയായി, ഇനി ഞാൻ എപ്പോഴാണ് മറുപടി പറയുന്നത്? മഞ്ജുഷ, നിങ്ങൾ എനിക്ക് 8 മണി കഴിഞ്ഞ് സമയം തരൂ. മഞ്ജുഷ, നിങ്ങൾ 8 മണി കഴിഞ്ഞ് എനിക്ക് സമയം തരൂ. അല്ല, 5-6 മിനിറ്റായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഞ്ജുഷെ. 8 മണി കഴിഞ്ഞ് നിങ്ങൾ സമയം തരുമെങ്കിൽ ചർച്ചയ്ക്ക് ഇരിക്കാം. താങ്കൾ ഇടപെടുത്തി നിരന്തരം തടസ്സപ്പെടുത്തുക. താങ്കളൊന്നും മിണ്ടാതിരിക്കൂ. ഞാൻ 5-6 മിനിറ്റായിട്ട് താങ്കൾ പറഞ്ഞ കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് സാറേ.
അതെ, താങ്കൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംസാരിച്ചേ. അല്ല, താങ്കൾ തന്നെയാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാന്. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പൊ അതിനെനിക്ക് മറുപടി പറയാൻ അവസരം വേണ്ടേ? യുക്തിക്ക് നടക്കുന്നതല്ല. താങ്കൾ ഈ പറയുന്നതാണ്. അത് ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ സാറേ? ഏതാണ് യുക്തി, ഏതാണ് യുക്തിക്ക് നിരക്കാത്തതെന്നുള്ള ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ? ഞാൻ പറഞ്ഞ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. ശ്രീജിത്ത് പണിക്കർക്ക് നോക്കൂ, നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം. രാഹുൽ ഗാന്ധി പരാതി കൊടുക്കില്ല, രാഹുൽ ഗാന്ധി കോടതിയിൽ പോവില്ല, രാഹുൽ ഗാന്ധി SIRന് പറ്റില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ വോട്ട് ചലഞ്ച് ചെയ്യില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ ഇലക്ഷൻ കേസ് കൊടുക്കത്തില്ല, രാഹുൽ ഗാന്ധി ഒരിടത്ത് ഇരിക്കും. പിന്നെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ഈ പെട്ടിയും രേഖയും കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വരണം. സാറേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം സാറേ, നിങ്ങൾക്ക് പരാതി കൊടുക്കാം സാറേ, നിങ്ങളുടെ ആൾക്കാർ ചലഞ്ച് ചെയ്യാം സാറേ, നിങ്ങൾ SIR പോകണം സാറേ. അതൊന്നും ചെയ്യാതിരുന്നതിന് ശേഷം എന്തായി ചെയ്യുന്നേ? ഇവിടെ കേരളത്തിൽ നിങ്ങൾ പറയില്ലേ ഇവിടെ CPM വ്യാപകമായ കള്ളവോട്ടാണെന്ന് ശ്രീകുമാർ സാർ പറയുന്നത്? താങ്കൾ ഒരു പക്ഷം പിടിച്ച് പറയുന്നു. അല്ല, ഇത് പക്ഷം സത്യത്തിന്റെ പക്ഷമാണ്. ഈ നാട്ടിലെ അങ്ങനെയാണെങ്കിൽ ന്യൂസ് 18 സംഖ്യയാണ്, 24 ന്യൂസ് സംഖ്യയാണ്, റിപ്പോർട്ടർ TV സംഖ്യയാണ്, ഏഷ്യാനെറ്റ് ന്യൂസ് സംഖ്യയാണ്. കാരണം ഇവര് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞെല്ലാം തെറ്റാൻ തെളിയിച്ചില്ലേ? ഞാൻ പറഞ്ഞത് എന്റെ മുന്നിൽ കണ്ട ഡേറ്റയാണ്. ഒരു വീട്ടിൽ 501 വോട്ട്. ഇത് തട്ടിപ്പാണെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഒരു വീട്ടിൽ 66 വോട്ട് ഹരിയാനയിൽ വന്നിരിക്കുന്നതും ഒരു വീട്ടിൽ 501 വോട്ട് വന്നിരിക്കുന്നതും തട്ടിപ്പാണ്, വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ സാധനം നുണയാണെന്ന് തെളിയിച്ചത് താങ്കൾ സമ്മതിക്കും? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ സമ്മതിക്കുമോ? രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റാൻ പാടില്ല. രാഹുൽ ഗാന്ധി ഈ മഹാദേവപുരത്തോ മറ്റോ ഉള്ള അസംബ്ലി സെഗ്മെന്റുകളിലെ പാർട്ടികൾ ആരാണ് ലീഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിരുന്ന അടിസ്ഥാനപരമായ ഫാക്ട് പോലും തെറ്റാണ്. ആ പറയുന്ന ഫാക്ട് പോലും തെറ്റാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്നേ വരെ ഒരു കള്ളവോട്ട്, ഒരു ഇരട്ട വോട്ട് ചെയ്തതായിട്ട് തെളിയിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ലോക്സഭാ പ്രതിപക്ഷ നേതാവോ ഇന്ത്യയുടെ രാജാവോ ആയിക്കോട്ടെ, അപ്പൊ ഇന്ത്യയുടെ ഇലക്ഷൻ പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയാ അത് പറ്റില്ല, ഇവിടെ കോടതി എന്നെ കണ്ടോണ്ടിരിപ്പുണ്ടെന്ന്. അതെന്ത് സംവിധാനമാണ്? അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതൊക്കെ 47 മുമ്പായിരുന്നു. ശരി ഷാക്കിർ, എന്നെ സംസാരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പോലും ന്യായീകരിക്കാൻ പ്രയാസപ്പെടുന്ന കള്ളക്കണക്ക് ശ്രീജിത്ത് ഈ സംഘികളുടെ വാട്സപ്പ് പറയുന്നതല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. നിങ്ങൾ ഞാൻ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ സംസാരിക്കാതിരിക്കും. നിങ്ങൾ നേരത്തെ ശ്രീകുമാരൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ഉത്തരം മുട്ടിയപ്പോ തടസ്സപ്പെടുത്താണ്. ലക്ഷക്കണക്കിന് കള്ള വോട്ടുകളുടെ കണക്ക് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നിട്ട് അതൊന്നും നിഷേധിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല. നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ? നിങ്ങൾ ഉത്തരം മുട്ടുന്നോണ്ടാണ്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ പറഞ്ഞത്. നിങ്ങൾ തടസ്സപ്പെടുത്തരുത്. പറയാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. നിങ്ങൾ അസ്വസ്ഥത കാണിക്കല്ലേ പ്ലീസ്. ഞാൻ പറഞ്ഞ കള്ളക്കണക്ക് ഏതാന്ന് പറയൂ. അത് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ മുഴുവൻ കള്ളത്തരാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് കള്ളക്കണക്കാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രാഹുൽ ഗാന്ധി ഓരോന്നും കൃത്യമായി 1 by 1 ഒന്നിനു പോലും ഉത്തരവില്ല. എല്ലാം കൂടി ഒറ്റ നിഷേധക്കുറിപ്പ് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആൾക്കാർക്ക് വേണ്ട 6 പേരെ തൂത്തെറിഞ്ഞു. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഈ ജനാധിപത്യ അട്ടിമറിക്കെതിരെ വോട്ട് ചോദിച്ചു ഒരു സംശയം വേണ്ട. അതിശക്തമായ പ്രതിരോധത്തിലൂടെ ഈ കള്ളന്മാരെ ഭരണത്തിന് താഴെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. രാഹുലിന്റെ വോട്ട് ചോരി ആരോപണത്തിന് ഇനി ഭാവി ഉണ്ടെന്ന് 48% പ്രേക്ഷകർ, ഇല്ല എന്ന് 51%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.